KSRTCയിലെ വെട്ടലും തിരുത്തലുകളും നടത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷൈൻ ചെയ്യാൻ നോക്കുന്ന മന്ത്രി ഗണേഷ് കുമാറിനിപ്പോൾ ശരിക്കും എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ്. വികസന നായകനെന്ന് സ്വയം നടിക്കുമ്പോഴും ഉള്ളിൽ കൊണ്ടു നടന്ന പകയുടെയും ഗൂഢാലോചനയുടെയും കഥകൾ ഒന്നൊന്നായിട്ട് പുറത്തു വരുന്നു. ഒരാളെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വം ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുകയും അവസാനം തന്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയും ചെയ്ത ആളാണ് ഈ പറഞ്ഞ ഗണേഷ് കുമാർ. സ്വന്തം പിതാവ് ആർ ബാലകൃഷ്ണപിള്ള പോലും മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കാൻ കത്ത് നൽകിയിട്ടും അന്ന് ഗണേഷിനെ ചേർത്ത് പിടിച്ചത് ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു. കുടുംബ പ്രശ്നങ്ങളിൽ കുടുങ്ങി ഗണേഷ് രാജിവെച്ചപ്പോൾ അത് ഒത്തുതീർപ്പാക്കി അന്തസ്സോടെ മടക്കിക്കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി പരിശ്രമിച്ചു. പക്ഷേ വീണ്ടും മന്ത്രിയാകാൻ കഴിയാതെ വന്നപ്പോൾ ആ സ്നേഹത്തിന് ഗണേഷ് നൽകിയ മറുപടിയായിരുന്നു സരിത നായർ എന്ന പെൺ അവതാരത്തെ കോൺഗ്രസിന്റെ മുച്ചൂടി മുടിപ്പിക്കാനായിട്ട് അവതരിപ്പിച്ചത്. സോളാർ പ്രതിയായ സരിത നായരുടെ കത്തിൽ 4 പേജുകൾ അധികമായിട്ട് കൂട്ടിച്ചേർത്തത് ഉമ്മൻചാണ്ടിയെ മനഃപൂർവ്വം താറടിച്ച് കാണിക്കാൻ ഗണേഷ് കുമാർ നടത്തിയ ഗൂഢാലോചനയാണെന്നിപ്പോൾ മുൻ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ കൊട്ടാരക്കര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയാണ് ഇപ്പോൾ ഗണേഷിന് തിരിച്ചടിയാകുന്നത്. ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹത്തെയും മറ്റ് UDF നേതാക്കളെയും പീഡന കേസിൽ കുടുക്കുമെന്നും ഗണേഷ് കുമാർ തന്നോട് പലവട്ടം പറഞ്ഞിരുന്നു എന്നാണ് സുധീറിന്റെ മൊഴി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം സജീവ ചർച്ചയാകുമെന്നും ഉറപ്പായതോടെ LDFനും ഗണേഷ് കുമാറിനും ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന കാലയളവിൽ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന വ്യക്തിയാണ് സുധീർ മലയിൽ. സോളാർ പീഡന കേസിലെ പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഓഫീസുകളിലും അവർ സ്ഥിരം സന്ദർശിക്കുകയായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. കുടുംബ വഴക്കിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഗണേഷിനെ തിരികെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഉമ്മൻചാണ്ടി തയ്യാറാകാതിരുന്നതാണ് വൈരാഗ്യത്തിന് കാരണം എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ പ്രതികാരമായിട്ട് സോളാർ പരാതിക്കാരിയുടെ കത്തിൽ 4 പേജുകൾ അധികമായി കൂട്ടിച്ചേർത്ത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ കേസിൽ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ആക്ഷേപം. ഉമ്മൻചാണ്ടിയോടുള്ള വൈകാരിക ബന്ധം വോട്ടർമാർക്കിടയിൽ സജീവമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ തെരഞ്ഞെടുപ്പിൽ UDF പ്രധാന ആയുധമാക്കാൻ ഇപ്പോൾ മാറ്റുകയാണ്. 2011 മുതൽ 2013 വരെ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുധീർ മലയിലാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയത്. ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ സോളാർ കേസ് പ്രതിയുടെ കത്തിൽ 4 പേജ് ഗൂഢാലോചന നടത്തി അധികമായിട്ട് എഴുതി ചേർത്തു എന്ന കേസിലാണ് 4ാം സാക്ഷിയായിട്ട് സുധീർ മലയിലിനെ മൊഴി നൽകിയിരിക്കുന്നത്. 2013 മന്ത്രിസഭയിൽ ഗണേഷ് കുമാറിനെ ഒഴിവാക്കണമെന്ന് കാണിച്ച ആർ ബാലകൃഷ്ണപിള്ള സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടും ഉമ്മൻചാണ്ടി ഗണേഷിനെ സംരക്ഷിച്ചു. 2013 ഭാര്യ യാമിനി തങ്കച്ചി മ്യൂസിയം പോലീസിൽ നൽകിയ ഗാർഹിക പീഡന കേസ് അറസ്റ്റിന്റെ ഘട്ടമെത്തിയപ്പോഴാണ് 2013 ഏപ്രിൽ 2-ന് ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നത്. കേസ് ഒത്തുതീർപ്പാക്കാനെന്ന തൊഴിൽ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണിനെയാണ് ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തിയത്. കേസ് ഒത്തുതീർപ്പായതോടെ വീണ്ടും മന്ത്രിയാകാനുള്ള ആഗ്രഹം ഉമ്മൻചാണ്ടിയോടും UDF നേതാക്കളോടും ഗണേഷ് കുമാർ അറിയിച്ചു. എന്നാൽ പലവിധ കാരണങ്ങളാൽ അത് നടന്നില്ല. ഇതിന്റെ നീരസം ഗണേഷ് കുമാറിന് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കളെയും പാഠം പഠിപ്പിക്കുമെന്നും പെണ്ണ് കേസിൽ പ്രതിയാക്കുമെന്നെല്ലാം അന്ന് അടുപ്പമുണ്ടായിരുന്ന തന്നോട് പറഞ്ഞിട്ടുണ്ട്. 2015 ഗണേഷ് കുമാർ ഇടതുമുന്നണിയോട് അടുക്കുകയും പത്തനാപുരത്ത് വിജയിക്കുകയും ചെയ്തു. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെട്ടു എന്നറിഞ്ഞപ്പോഴാണ് ഗൂഢാലോചന ബോധ്യമായതെന്നും സുധീർ മൊഴി നൽകുകയായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പത്തനാപുരം ബ്ലോക്ക് പ്രസിഡന്റാണ് സുധീർ. മന്ത്രി KB ഗണേഷ് കുമാർ എന്നിവരെ 1ഉം 2ഉം പ്രതികളാക്കി അഭിഭാഷകൻ സുധീർ ജേക്കബിനാണ് കേസ് നൽകിയിരിക്കുന്നത്. വിധിഭാഗത്തിന് വേണ്ടിയിട്ട് അഭിഭാഷക ജോളി ഹാജരായി.